ഇന്ന് നമുക്ക് മധുരിക്കുന്ന ഒരു റെസിപ്പി ആയാലോ? ഷേർലീസ് ചാനലിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ സ്വാഗതം. നമുക്കിന്നൊരു വനില ഫ്ലേവറിൻ്റെ ഒരു ഡെസേർട്ട് ഉണ്ടാക്കിയാലോ? അപ്പോൾ ഇതൊക്കെയാണ് അതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ. ഇപ്പം എന്താ ഇത് ഒരു പാക്കറ്റ് കാരമല്ലയുടെ ഒരു വനില മിക്സ് ഉണ്ട്. നമുക്കൊരു നല്ല ഒരു ഡെസേർട്ട് ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിനായിട്ട് ഇതാ എടുത്തു വച്ചിരിക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ഇതാ ഒറിജിനൽ കാരമൽ വനില ഫ്ലേവർ ഡെസേർട്ട് മിക്സ്. അപ്പോൾ അതിനായിട്ട് 575 ml പാൽ വേണം. അതുപോലെ തന്നെ ഒരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര വേണം. അപ്പോൾ കപ്പിനാവുമ്പം ഇത്ര ഒരു 2.25 കപ്പ് പാലിൻ്റെ ആവശ്യം വരും. അല്ലെങ്കിൽ ഒരു 575 ml അങ്ങനെ എടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കിത് ഈ പഞ്ചസാരയൊന്ന് മെൽറ്റാക്കി എടുക്കാം. അതായത് നന്നായിട്ടൊരു പഞ്ചസാര പാനി റെഡിയാക്കി എടുക്കാം. 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. 2 ടേബിൾ സ്പൂണോളം വെള്ളം കൂടി നമ്മളത് കരുതി വെക്കണം, നന്നായിട്ടൊന്ന് മെൽറ്റായി വരുന്ന സമയത്ത്. അപ്പോൾ നമുക്കിത് റെഡിയാക്കാം. നന്നായിട്ട് നമുക്കിതൊന്ന് പാനി ഉണ്ടാക്കിയെടുക്കാം. പഞ്ചസാര ഒരുവിധം ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമ്മൾ ഗ്യാസിൻ്റെ ഫ്ലെയിം കുറയ്ക്കണം. ഫുൾ ഫ്ലെയിമിലിട്ട് ഇത് ചെയ്യരുത്, പഞ്ചസാര അതങ്ങ് കരിഞ്ഞു പോകും. പഞ്ചസാര നല്ലതായിട്ട് മെൽറ്റായിട്ടുണ്ട്. പാനി ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് അപ്പോൾ തന്നെ ഇളക്കണം, അല്ലെങ്കിൽ കട്ട പിടിച്ച് പോകും. കട്ട പിടിച്ചാൽ അത് കുറച്ച് നേരമായിട്ട് ഇളക്കി കഴിഞ്ഞാൽ നന്നായിട്ട് കിട്ടും. പെട്ടെന്ന് അത് ഇളക്കി നല്ല മെൽറ്റാക്കി എടുക്കണം. നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം, കൈയെടുക്കാതെ ഇളക്കണം. എങ്കിൽ മാത്രമേ അത് നല്ല സൂപ്പറായിട്ടുള്ള പാനിയായിട്ട് കിട്ടത്തുള്ളൂ. ഇപ്പോൾ പഞ്ചസാര നല്ല സൂപ്പർ പാനിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഇനിയും ഇതൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഫസ്റ്റ് പഞ്ചസാര പാനി മറ്റൊരു ബൗളിൽ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 2.25 കപ്പോളം പാലുണ്ട്, അത് നമുക്കൊന്ന് തിളപ്പിക്കാം. നമ്മുടെ പാലൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് അതായത് ഈ കാരമലൈസിൻ്റെ ഇത് ചേർത്ത് കൊടുക്കാം. പൗഡർ ചേർത്ത് കൊടുക്കുന്ന കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഒരു 2-3 മിനിറ്റ് ഇളക്കിയാൽ മതി, ഒരുപാട് സമയമൊന്നും വെച്ച് ഇളക്കേണ്ട ആവശ്യമില്ല. ഒരു 3 മിനിറ്റ് ഞാനിത് ഈ പൗഡർ ഇട്ട് ഇളക്കി കൊടുത്തു. ഇനി നമുക്കൊരു 5-6 മിനിറ്റോളം ഇത് ഒന്ന് ചൂട് കുറച്ചൊന്ന് കുറയാൻ വെക്കാം. അതിൻ്റെ ശേഷം നമുക്ക് ചെറിയ ചെറിയ ബൗളുകളിലാക്കി ഫ്രീസ് ചെയ്യാനായിട്ട് വെക്കാം. നമുക്കിനി ഇത് എല്ലാം ചെറിയ ചെറിയ കപ്പുകളിലായിട്ട് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മളിത് ചെറിയ ചെറിയ ബൗളുകളിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. നമ്മുടെ മധുരം നമ്മൾ 2-3 മണിക്കൂറിന് ശേഷം ഇതൊന്ന് വെളിയിലെടുത്ത് നോക്കിയപ്പോൾ നല്ല സൂപ്പറായിട്ടായിട്ടുണ്ട്. ഫ്രീസറിൽ വെക്കരുത്, ഫ്രിഡ്ജിലേ വെക്കാൻ പാടുള്ളൂ. എന്തായാലും ഒരെണ്ണം നമുക്ക് നോക്കാം, എടുത്ത് എങ്ങനെ ഇരിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മളത് എടുത്തിട്ടുണ്ട്, നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യാൻ നോക്കണം. ഇന്നത്തെ കൊച്ചു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനിയും വേറെ വിശേഷങ്ങളും കൊച്ചു കൊച്ചു രുചിക്കൂട്ടുകളും യാത്രകളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ സ്നേഹത്തോടെ ബൈ.